അപ്പോൾ അതാ ഞാനും വാങ്ങി ഒരു ക്രോഷേ ബിഗിനേഴ്സ് സെറ്റ്. ഇത് ചെയ്ത് നോക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിയതാണ്. ഈ ഒരു സെറ്റിനകത്ത് ഇതേപോലെ അതിൻ്റെ ഹുക്കും കുറച്ച് നീഡിൽസും 4 കളറുള്ള യാൻസുമാണ് വരുന്നത്. അപ്പം നമുക്ക് ഇത് വെച്ചൊരു റോസ് ഫ്ലവർ ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം തന്നെ നമ്മുടെ യാണിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് ഇതേപോലെ ഈ വീഡിയോ കാട്ടുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതിയേ. അത് കഴിഞ്ഞ് നമ്മുടെ ഹുക്ക് ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്കൂടെ എടുത്ത് ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കാവേ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്നും കൂടി ചെയ്ത് കാട്ടാവേ. ഇനി ഈ ഒരു നൂല് മാറ്റി നമ്മുടെ മെയിൻ നൂലെടുത്ത് അതിനകത്ത് നമുക്ക് ചെയിൻ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. ഇതേപോലെ നമ്മൾ ത്രെഡ് പയ്യെ ചെറുതായിട്ടൊന്ന് ചുറ്റി അതിൻ്റെ അകത്തേക്കൂടെ ഒന്ന് പുള്ളി ചെയ്ത് എടുക്കാവേ. അങ്ങനെ തന്നെ നമുക്കും വീണ്ടും ഇങ്ങനെ ചെയ്ത് പോകാം. ഇതേപോലെ ഒരു 20 ചെയിൻസോ 25 ചെയിൻസോ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണേ. നിങ്ങൾക്ക് വലിയ ഫ്ലവറാണ് വേണ്ടെങ്കിൽ ഒരു 30 ചെയിൻസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ചെറിയ ഫ്ലവർ ആയ കാരണം ഞാൻ ഇവിടെ 20 ചെയിൻസേ ചെയ്തിട്ടുള്ളൂ. ചെയിൻസ് ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിർത്തിയേ. അത് കഴിഞ്ഞ് ഒരു 4 ചെയിൻ വിട്ട് ഇതേപോലെ നമ്മുടെ യാണൊന്ന് ഹുക്കിൽ ഒന്ന് ചുറ്റി 4ാമത്തെ ചെയിൻ്റെ അകത്തേക്കൂടെ ഒന്ന് കയറ്റി കൊടുക്കാവേ. അത് കഴിഞ്ഞ് നമ്മുടെ ഹുക്ക് കയറ്റിയിട്ട് നൂല് ജസ്റ്റ് ഹുക്കിൽ ഒന്ന് ചുറ്റി താഴോട്ട് വലിച്ചെടുക്കാം. അത് കഴിഞ്ഞ് 3 ചെയിൻ അവിടെ ഉണ്ട്. അതിലെ 2 എണ്ണത്തിൻ്റെ അകത്തേക്കൂടെ നമ്മുടെ ഹുക്ക് ചുറ്റി വലിച്ചു കൊടുക്കാം. അടുത്ത 2 എണ്ണത്തിൻ്റെ അകത്തേക്കൂടെയും ഹുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കാവേ. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെയുള്ള ചെയിനകത്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സെയിം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാവേ. നിങ്ങൾ ഈ വീഡിയോ കാട്ടുന്ന പോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ സെയിം ചെയിനിൽ തന്നെ ഇതേപോലെ ഒന്നും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാവേ. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു 4 ചെയിൻ വിട്ട് ഒരു ഇത് ചെയ്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് ചെയിൻ എടുത്തില്ലേ, ആ ചെയിനകത്തേക്കൂടെ തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. ഇനി അതിന് തൊട്ട് താഴെയുള്ള ചെയിനിനകത്ത് നമുക്ക് അതേപോലെ തന്നെ 3 എണ്ണം ചെയ്ത് കൊടുക്കണേ. ആ ഒരു ചെയിൻ തന്നെ 3 എണ്ണം നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. 3 എണ്ണം ചെയ്ത് കഴിഞ്ഞ് അടുത്ത ചെയിനകത്ത് 2 എണ്ണം, പിന്നെ എണ്ണ ചെയിനകത്ത് 3 എണ്ണം, അങ്ങനെ ഒരു ഓർഡറിൽ പോവാതെ. ഇതേപോലെ ലാസ്റ്റ് വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാവേ. അത് കഴിഞ്ഞ് ഇതേപോലെ പയ്യെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി ഈ ഒരു നൂല് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുക്കാവേ. കുറച്ച് നീളത്തിൽ വലിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയായ നൂല് ഒന്ന് കട്ട് ചെയ്ത് കളയാവേ.
ഇനി ഇതാ നമുക്ക് കിട്ടിയ നീഡിലെടുത്തിട്ട് നൂലെല്ലാം കൂടെ ഒന്ന് കോർത്ത് ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഫ്ലവർ നമുക്ക് വേണ്ട പോലെ റോൾ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ആ നൂലിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ ഫ്ലവർ ശരിക്കും നല്ല ടൈറ്റ് ചെയ്ത് വേണം നമുക്ക് ചെയ്തെടുക്കാൻ. ഇതേപോലെ മുകളിൽ നിന്നും താഴെ നിന്നും ഒന്ന് ത്രെഡ് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അതാ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചെയിൻ ചെയ്തപ്പോൾ ബാക്കി വന്ന ത്രെഡും അതുപോലെ ഈ ത്രെഡും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ ആ എക്സ്ട്രാ വന്നേക്കുന്ന നൂലും ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്?